ഹലോ, ഇന്ന് ഞാൻ ബ്രോക്കോളി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, പിന്നെ ഹെൽത്തിയുമാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും, ടൈം വേസ്റ്റും ആവില്ല. അപ്പോൾ ഇത് ഓഫീസ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മലയാളീസൊന്നും ഇതുപോലെ ബ്രോക്കോളിയൊന്നും അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ബ്രോക്കോളിയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതെൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ഇത് എങ്ങനെ കഴിക്കുമെന്ന് എനിക്കിത് കഴിക്കണമെന്നുണ്ട്, എന്നാൽ എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഇത്രയും ദിവസം മേടിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഇടയ്ക്കാണ് ഇതൊന്ന് മേടിച്ച് പരീക്ഷിച്ച് നോക്കിയത്. കുഴപ്പമില്ല, അത് നല്ലൊരു റെസിപ്പിയാണ്. ഇത് ചപ്പാത്തി അതുപോലെ ചോറിൻ്റെ കൂടെ നല്ലപോലെ സെറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. ചപ്പാത്തീൻ്റെ റോളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ബ്രോക്കോളി ഇത് കട്ട് ചെയ്തിട്ട് ഇളം ചൂട് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാകുമ്പോൾ അതിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ കഴുകി കഴിഞ്ഞാൽ എത്ര വൃത്തിയാവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഇളം ചൂട് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്തെങ്കിലും ബാക്ടീരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ അതിനു വേണ്ടി ഞാനൊരു 2 ചെറിയ ഉള്ളിയാണ് എടുത്ത്, ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളിയാണ്, പക്ഷേ ചെറിയ സൈസിലുള്ള 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രോക്കോളി എടുത്തിട്ട് ഒന്ന് നല്ല പൈപ്പ് വെള്ളമല്ല, മീൻസ് നല്ല പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒരു 2-3 തവണ വാഷ് ചെയ്യണം. നല്ലപോലെ വാഷ് ചെയ്ത ആ ഒരു മഞ്ഞൾപ്പൊടിയും അതുപോലെ അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലപോലെ പോകുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട്, ഞാൻ ഇത് മുറിക്കുന്നത് കൈകൊണ്ടല്ല, ഞാൻ ഇതിനെ ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കും. അപ്പം നല്ല പൊടിയായിട്ട് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്തും കിട്ടും. ഇങ്ങനെ എന്ന് വെച്ചാൽ വലിയ പീസായി കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടില്ല. അതുമാത്രമല്ല, നമുക്കിത് പുളിയും മുളകൊന്നും ഇല്ലാതെ കഴിക്കുമ്പം ഇഷ്ടപ്പെടണം എന്നില്ല. മറ്റേ ഇംഗ്ലീഷുകാർ കഴിക്കും പോലെ നമുക്ക് ഈ പച്ചക്കറി കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇതിനൊരു ക്യാബേജിൻ്റെ അതുപോലെ കോളിഫ്ലവറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളത് കാരണം നമ്മളധികം ഇത് കഴിക്കാൻ ശ്രമിക്കാറില്ലല്ലോ. പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു പച്ചക്കറി അല്ലല്ലോ. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കണം. ഞാനത് 2-3 തവണയായിട്ട് അടിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് ഇതിൽ ഞാൻ ഒരു 2 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കും. ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പച്ചമുളകൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വലിയ പീസൊക്കെ ആകുമ്പം നമുക്ക് അത് കഴിക്കുമ്പം പാടായിരിക്കും, കാരണം ഞാൻ ബ്രോക്കോളി ഭയങ്കര ചെറുതാക്കിയിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് നല്ലപോലെ ഒരു സ്പൂണൊക്കെ വെച്ച് ഒന്ന് ഇളക്കി വിടുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി, ഉപ്പ്, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനധികം പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല, കാരണം വീട്ടിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൊടികളൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് സ്പൈസി ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തായാലും നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എന്ത് കറി വയ്ക്കുവാണെങ്കിലും ഞാൻ അധികം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടുള്ള കറികളാണ് വെക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തോട്ട് കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ അല്ല, ബ്രോക്കോളി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വിടണം. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് ഇതുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരും. ആ സമയത്ത് നല്ലപോലെ ഒന്ന് മിക്സായി ഇതിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നു എന്ന് കാണുമ്പം നമ്മളിതൊന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം.
ഇതൊരു 10 മിനിറ്റ് ഉണ്ടാക്കാൻ ടൈം വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് ക്യാബേജൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കാൻ ഈ ഒരു ബ്രോക്കോളീൻ്റെ ഉപ്പേരി എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ പാലക്കാട്ടുകാർക്ക് തോരൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാം ഉപ്പേരി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. താങ്ക്